അപ്പോൾ നമ്മളിതാ വീട്ടിൽ പോവാട്ടാ. പോകുമ്പോൾ ഇതൊന്നും ഞാൻ ദാഹത്തേക്ക് കയറ്റണില്ല കേട്ടോ. കാരണം ഇവിടെ നിന്ന് തന്നെ ഇപ്പം തന്നെ കൊടുക്കാനുള്ളതാണേ. ഒരു ചാക്കിറക്കി വെക്കട്ടെ, അപ്പോൾ കൊടുക്കല്ലോ. പിന്നെ ഉണ്ടല്ലോ പയറിൻ്റെ ഇല നമ്മൾ നുള്ളി കളയണമെന്ന് പറയണത് എന്തിനാണെന്നറിയോ? കൊണ്ട് ആദ്യം വണ്ടിയിൽ എടുത്തട്ടെ ചുട്ടല്ലേ. നമുക്ക് ഇവിടെ ഇരിക്കാം. ഷൈറ്റിന് കൊടുക്കട്ടെ. ഷൈറ്റാ എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. ആയോട്ടെ. ഇന്ന് തോര വയ്ക്കാൻ പയറിൻ്റെ എല്ലാം നുള്ളണം. അതേപോലെ തന്നെ നമുക്ക് സാമ്പാർ വെക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ആ പറമ്പിൽ പോയിട്ട് കുറച്ച് സാമ്പാർ കഷ്ണങ്ങളും പൊട്ടിച്ചെടുക്കണം നമുക്ക്. ആ പയറിൻ്റെ എല്ലാം ഇങ്ങനെ കൂടുതൽ തിക്കൻസ് ആയാലും നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പയറിൻ്റെ ഇല ഒന്നെങ്കിൽ നുള്ളി നമ്മൾ തോരൻ വയ്ക്കുക, അതല്ലെങ്കിൽ ഇങ്ങനെ പയറിൻ്റെ ഇല കൂടുതൽ നിർത്തരുത്. അപ്പോൾ എപ്പോഴും തോരൻ വയ്ക്കണം നല്ലത്. അല്ലെങ്കിൽ പിന്നെ അത്രയും കൂടുതലുണ്ടെങ്കിൽ നുള്ളി കളയും വേണം കേട്ടോ. അപ്പം ഞാൻ ഏതേ നല്ല തളിർത്ത ഇല നോക്കിയിട്ട് നമ്മുടെ പയറിൻ്റെ ഇല നുള്ളിയെടുക്കുക. പിന്നെ ഉണ്ടല്ലോ പയറിൻ്റെ ഇല നമ്മൾ നുള്ളി കളയണമെന്ന് പറയണത് എന്തിനാണെന്നറിയോ? ഇല കൂടുതലായിട്ടുണ്ടെങ്കിൽ പയറുണ്ടാവാൻ ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. ഇത് നമ്മൾ നുള്ളി എടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് പയറൊക്കെ പൂവൊക്കെ നന്നായിട്ട് വരും. കാരണം ഇവരെ കടക്കിലേക്കൊക്കെ ഒരു വെയിൽ ഏൽക്കണം. ഈ പയറാട്ട ഞാനേ ഈ പയറിൻ്റെ നോക്കി ഈ വളർച്ച വരെ ഞാൻ കാണിച്ചു. നടണത്, വെണ്ണീരിട്ട് കൊടുക്കണത്, മണ്ണിട്ട് കൊടുക്കണത് ഒക്കെ കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇതാ ഇത്രയായി. ഇന്നിപ്പോൾ ഈ പയറിൻ്റെ ഇല ഞാൻ കുറച്ച് നുള്ളി എടുത്തു കഴിഞ്ഞാൽ ഇതാ തിരി നീട്ടി തുടങ്ങി. അപ്പോൾ വടിയും കുത്തി കൊടുക്കണം. അധികം പടരുന്ന പയറല്ല എങ്കിലും വടി കുത്തി കൊടുക്കും വേണം. കണ്ടോ ഇതേപോലെ നന്നായിട്ട് കണ്ടോ നമ്മൾ ഇതേപോലെ ഇല നുള്ളി എടുക്കൂട്ടാ. പിന്നെ നമ്മൾ തോരൻ വയ്ക്കാനായിട്ട് അത്രയും മൂത്ത ഇല എടുക്കില്ല, ബാക്കിയുള്ള ഇലയ്ക്ക് ഉപയോഗിക്കാം കേട്ടോ. പൂവൊക്കെ ആയി തുടങ്ങി. അടുത്ത വീഡിയോ വരുമ്പോഴേക്കും പൂവ് നിറച്ച് വിരിഞ്ഞേക്കുന്നത് ഞാൻ കാണിക്കാം കേട്ടോ. അപ്പം നമ്മളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാനുള്ള പോലെ അപ്പം എല്ലാവർക്കും പയർ കാണിക്കുമ്പോൾ എന്നോട് ചോദിക്കും ഈ പയറിന് വരുന്ന കുരുടിപ്പൊക്കെ മാറാൻ എന്താ ചെയ്യാന്ന്. ഞാൻ പറയാനുള്ള പോലെ നമ്മൾ ഈ വേപ്പണ കഷായം ഉണ്ടല്ലോ, അല്ലെങ്കിൽ കവച് എന്ന് പറഞ്ഞിട്ട് കാണിച്ചു തരാറില്ലേ, അത് ആഴ്ചയിൽ 2 പ്രാവശ്യം അടിച്ചു കൊടുത്താൽ മതി. ഇലയുടെ അടിയിലേക്ക് മുകളിൽ കേടേ വരില്ല. കേട് വരാൻ നിൽക്കരുത്, അടിച്ചു കൊടുത്തോണ്ടേ ഇരിക്കണം. അപ്പോൾ പയറിൻ്റെ എല്ലാം നുള്ളി കഴിഞ്ഞു. ഇനിയിപ്പോൾ 2 ദിവസം കഴിയുമ്പോൾ ഇതേപോലെ തന്നെ ഈ പയറാവും. അപ്പോൾ ഞാൻ ഇതേപോലെ നുള്ളി തോരൻ വയ്ക്കുള്ളൂ കേട്ടോ. നല്ല ടേസ്റ്റായിട്ടോ പയറിൻ്റെ ഇല തോരൻ വയ്ക്കുമ്പോൾ. പിന്നെ വടി കുത്തൽ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യുള്ളൂ, കാരണം നോട്ടൊക്കെ അല്ലേ. അപ്പോൾ ഒന്ന് ഒരു ടൈം നോക്കിയാൽ അത്യാവശ്യം അടുക്കളയിലത്തെ പണികളൊക്കെ കഴിഞ്ഞ് ഓട്ട് ചെയ്യാൻ പോകണം. അതിന് ശേഷം വന്നിട്ടേക്ക് പിന്നെ നമ്മുടെ പയറിന് വടിക്കും കുത്തി കൊടുക്കുള്ളൂ കേട്ടോ. നമ്മുടെ ഞൊട്ടാഞ്ഞൊടിയൻ നോക്കിയേ കണ്ടോ എന്ത് വലുപ്പമുള്ള കായ്കളാണെന്നറിയോ. ഇതുമ്പോൾ ഞാൻ കാണുമ്പോൾ അപ്പം പൊട്ടിച്ചെടുക്കൂട്ടെ. നന്നായി പഴുത്ത് കഴിഞ്ഞാലാണ് ടേസ്റ്റ്, അല്ലെങ്കിൽ നല്ല കനയ്ക്കും. ഇതും പൊട്ടിക്കാം. അപ്പോൾ ഇതാ 3 കിട്ടി. വലുപ്പം നോക്കിയേ, നല്ല ടേസ്റ്റ്. ഷൈറ്റിന് കൊടുക്കട്ടെ. എന്നാ ഷൈറ്റാ നല്ല ടേസ്റ്റ് അല്ലേ ഷൈറ്റാ? നല്ല രസമാന്നേ. ഇനി എനിക്ക് പച്ചമുളക് കൂടി പൊട്ടിക്കണം. നമ്മുടെ സുന്ദരി ചീര നോക്കിയേ. പിന്നെ എനിക്ക് പയറിൻ്റെ ഇല തോരൻ വയ്ക്കാനായിട്ട് പച്ചമുളകിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ അതും കൂടി 4 പൊട്ടിച്ചിട്ട് കയറാം നമുക്ക്.
കുട്ടികളെ നിങ്ങൾക്ക് നേരത്തെ നമ്മൾ ഈ പറമ്പിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നോക്കിയാൽ നമ്മൾ ഈ ഒരു വഴുതിനിങ്ങ നന്നായിട്ടുണ്ടാവണം. ഒരു വഴുതിനിങ്ങ കേട്ടാ. നമ്മുടെ കയ്യിൽ ആദ്യം ഉണ്ടായിരുന്നു ഒരു വഴുതിനിങ്ങ ഇതേപോലത്തെ. നമ്മളൊക്കെ യൂട്യൂബ് ചാനൽ തുടങ്ങണേക്കാൾ മുന്നായിരുന്നു കേട്ടോ ആ വഴുതിനിങ്ങ ഉണ്ടായിരുന്നത്. അതൊന്നും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും ഹൈറ്റ് വരില്ല. നേരത്തെ മുട്ടി എടുക്കണ പോലെ നല്ല കൊല്ല കുത്തിയിട്ട് വഴുതിനിങ്ങ ഉണ്ടായിരുന്നു. അത് നമ്മൾ പിന്നെ ഇങ്ങനെ വിത്തൊന്നും അങ്ങനെ ശേഖരിക്കാത്ത തന്നെ അതിൻ്റെ തൈ തന്നെ വീണ് മുളയ്ക്കുള്ളൂ എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ അത് നമുക്ക് കിട്ടിയില്ലേ. പിന്നെ അപ്പം ആ ഒരു ഓർമ്മ വരിക. പക്ഷെ ഇത് ഹൈറ്റ് കൂടുതലാ, അത് ഇത്രയും ഹൈറ്റും വരില്ല. അപ്പം ഇത് നമുക്ക് പൊട്ടിച്ചെടുക്കാം. ഇന്ന് ഞാനൊരു സാമ്പാർ വയ്ക്കണുള്ളൂ. പക്ഷെ പൊട്ടിക്കറേ വഴുതിനൊക്കെ പൊട്ടിച്ചെടുക്കുന്നുണ്ട്. ഇതൊരു കൊലയുടെ നിൽക്കണത് ഏതാ അങ്ങനെ തന്നെ പൊട്ടിക്കാന്ന് വിചാരിച്ചു. പക്ഷെ കിട്ടണില്ല. അതെ, ചള്ളും പോന്ന് വരണം. അപ്പോൾ ഇതാ ഇത്രയും വഴുതിനേക്ക് പൊട്ടിച്ചു. സാമ്പാറിലേക്ക് ഇത് കൂടുതലായിട്ട് എത്രയും വഴുതിനേക്ക് ഇടില്ല നമ്മൾ. ഇനിയിപ്പോൾ എന്നിട്ടാണെങ്കിൽ നമ്മുടെ വെണ്ടക്കായ പുതിയ വണ്ടി ഉണ്ടാവുന്നുണ്ട് ഇപ്പോൾ. അമ്പ്രസിട്ടാ എന്താണ് നമ്മുടെ പുതിയ വെണ്ട, നല്ല നീളമുള്ള വെണ്ട കേട്ടാ. അതാ ഇപ്പുറത്ത് നോക്കി കഴിഞ്ഞാൽ അറിയാം. അപ്പോൾ നമുക്ക് സാമ്പാറിലേക്കുള്ള വെണ്ടയായി കണ്ട, നല്ല നീളമുണ്ട് വേണ്ട. പൊട്ടിച്ചെടുക്കാം നമുക്ക്. പിന്നെ നമ്മുടെ മുരിങ്ങ കായുണ്ട്. മുരിങ്ങക്കായും കൂടി പൊട്ടിച്ച് കഴിഞ്ഞാൽ സാമ്പാർക്കുള്ളതായി. അപ്പോൾ 3 വെണ്ടക്കായ. ഇനി നേരെ വീട്ടിൽ പോവുക, മുരിങ്ങക്കായ പൊട്ടിക്കുക, സാമ്പാർ വയ്ക്കാൻ നിൽക്കുക. എന്താണ് എന്താണ് പേളിക്കുട്ടി അങ്ങടെ അവിടെ അങ്ങടെ കൂടിയുണ്ടാവും അല്ലേ? ആ പോണോ? വയ്യ പോവാ നമുക്ക്. എന്താ ഞാനേ ഇവിടെ എത്രയേക്കാളും മുന്നേ നോക്കി അംബ്രൂസും ടൈസനൊക്കെ ഓടി ആദ്യം കടന്നുട്ടാ. നോക്കി പട്ടാളം നിൽക്കണോക്കി നമ്മുടെ കുട്ടിപ്പട്ടാളം ഭയങ്കര സങ്കടത്തിലാ നിൽപ്പ്. താഴത്ത് കൈ എത്രത്തോളത്തേക്ക് മുരിങ്ങക്കായ പൊട്ടിക്കൽ കഴിഞ്ഞു. ഇനി മോളിന്ന് പൊട്ടിക്കണം. കൊമ്പ് കിടിച്ച ചാച്ച നമുക്ക് കൈ കൊണ്ട് പൊട്ടിക്കാട്ടാ. അങ്ങനെയാണ് പൊട്ടിക്കണേ. കണ്ടോ? രണ്ട് മുരിങ്ങക്കായ മതി. ടൈസും കൂട്ടാ കഴിഞ്ഞു എൻ്റെ ഇവിടുത്തെ. ഇനി ഞാനാ വീട്ടിൽ പോവാ. നിങ്ങൾ ഇവിടെ നിന്നോട്ടാ. പട്ടാളം ടാറ്റ വരാം. അവിടെ നിന്നോ. ഇതൊന്നും പറഞ്ഞില്ലെങ്കിലേ ഭയങ്കര സങ്കടമാണേ. സിംബുട്ടാ സിംബുട്ടാ. അപ്പൊ ഞാൻ നമ്മളെ പറമ്പിലേക്ക് പോകുമ്പോഴേ നമ്മുടെ പയറിലേക്ക് നമ്മൾ കഴുകി വെള്ളമൊക്കെ മാറ്റാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം പയറിൻ്റെ അല്ല എന്താ പറയാ, കാണുമ്പോൾ നമുക്ക് കുറേ ഉള്ള പോലെ തോന്നും. പക്ഷെ ഇത് എന്തെങ്കിലും വലിയ ആകെ കുറച്ചുണ്ടാവുള്ളൂ കേട്ടാ. ഞാനതേ കഴുകിയപ്പോൾ ഇലകളൊക്കെ ഒന്ന് വേറെ തിരിഞ്ഞൂലോ. അപ്പൊ ഇത് അടക്കി വെച്ചിട്ടാകുമ്പോൾ നമുക്ക് അരിയാനായിട്ട് ഭയങ്കര സുഖമാണ്. കാരണം ഈ ഇല അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല കല്ലും കുറവില്ല എല്ലാം അരിഞ്ഞെടുക്കണം. നല്ല വേവുണ്ട് പയറിൻ്റെ അരിക്ക്. ഞാനിതിന് മുന്നേ പയറിൻ്റെ തോര വയ്ക്കുന്നത് കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ് പയറിൻ്റെ ഇല തോര വെച്ച് കഴിഞ്ഞാലേ.
കനം കുറവ് അരിയട്ടെ. അപ്പം നമ്മൾ അരിഞ്ഞ് നോക്കിയേ നമ്മുടെ പയറിൻ്റെ ഇല എത്രയുണ്ട് കേട്ടോ ഒരു ഡവറ. അത് ആയി വരുമ്പോൾ നോക്കിയോളൂ കേട്ടോ. ഞാൻ മുന്നേ പറഞ്ഞ പോലെ ഇത്തിരിയോളം ഉണ്ടാവുള്ളൂ. നമ്മളിതിൽ വെള്ളമൊന്നും ഒഴിക്കില്ല കേട്ടോ. ഇപ്പം നമ്മൾ ഉപ്പിടൂല. ഒരു 2 വിസിൽ വന്നോട്ടെ കേട്ടോ. നമ്മുടെ പയറിൻ്റെ ഇലയിൽ ഇതാ 2 വിസിലൊക്കെ വന്നു കേട്ടോ. അപ്പം ഞാനിത് തുറക്കാൻ പോവാണ്. അപ്പം നോക്കിയേ, നമ്മൾ ഇട്ട സമയത്ത് നിറച്ച് ഫുള്ള് ഇലയായിരുന്നു. ഇപ്പം നോക്കി കണ്ടോ, ഇത്രയ്ക്ക് ഇലയുള്ളൂ. അപ്പോൾ 2 വിസിലടിച്ചിട്ടും കണ്ട നമ്മുടെ പയറിൻ്റെ ഇലയ്ക്ക് നല്ല വേവുണ്ട് കേട്ടോ. ഇപ്പോൾ 2 വിസിൽ എന്നുള്ളത് 3-4 വിസിലടിച്ചാലും ഇതേപോലെ തന്നെ ഇരിക്കും. അപ്പം ഇനി ഇതൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കണം. ഒരു ചൂടാറി കിട്ടണം നമുക്ക്. കണ്ടോ, ഇനി നന്നായി പരത്തി വെച്ച് നന്നായിട്ടൊന്ന് ചൂടാറട്ടെ. തൊട്ടിപ്പുറത്ത് നമ്മുടെ സാമ്പാറൊക്കെ ഇവിടെ റെഡി ആവണുണ്ട് കേട്ടോ. സാമ്പാർ നോക്കിയേ എൻ്റെ റെഡി ആയിട്ടാ. ഈ സാമ്പാർ റെഡി ആവുന്ന സമയം കൊണ്ട് തന്നെ നമ്മുടെ പയറിൻ്റെ ഇല ചൂടാറിക്കും കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതെന്താണെങ്കിൽ നമുക്കൊന്ന് വെള്ളം പിഴിഞ്ഞ് കളയണം. അപ്പം ഇവിടെ അമ്മയ്ക്ക് പറയും പയറിൻ്റെ ഇലയ്ക്ക് ഒരു കട്ടുണ്ടെന്ന് പറയും. അപ്പോൾ അതുകൊണ്ടാണ് ഇതിലത്തെ വെള്ളമൊക്കെ നമ്മോട് പിഴിഞ്ഞ് കളയാൻ പറയണത് കേട്ടോ. അത് നന്നായിട്ട് വെള്ളം ഉണ്ടാവും. അപ്പം ഞാൻ ഒരു അരിപ്പ പാത്രത്തിലാണ് ഇത് ചൂടാറിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പാത്രത്തിൻ്റെ ഒരു അരുത്തിക്കാട്ടോ വെള്ളം ഇങ്ങനെ പിഴിഞ്ഞ് കളയണത്. നന്നായിട്ട് അമർത്തി തന്നെ വെള്ളം തീരെ ഇല്ലാണ്ട് പിഴിഞ്ഞ് കളയണം. ഇപ്പോൾ കുറേ പേര് വെള്ളമൊന്നും കളയാതെ വയ്ക്കുന്നുണ്ട് കേട്ടോ. വെള്ളം ഇല്ലാണ്ട് വയ്ക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതേപോലെ തീ കത്തിച്ച് അതിനനുസരിച്ച് ഇളക്കി വെള്ളം വറ്റിച്ച് എടുക്കണം. പക്ഷേ ഈ കട്ടുള്ള കാരണമാണ് നമ്മളിത് കളയണത്. കണ്ടോ, ഇതേപോലെ ഇരിക്കും. കാരണം തീരെ വെള്ളമില്ലാണ്ട് ഇങ്ങനെ ഒലർന്നിരിക്കണം. അപ്പം അത്രയും നമ്മൾ നന്നായിട്ട് വെള്ളം തന്നെ ഇങ്ങനെ പിഴിഞ്ഞ് കളയണം കേട്ടോ. അപ്പം ഇതേപോലെ തന്നെ ഇതെല്ലാം നമുക്കിങ്ങനെ പിഴിഞ്ഞെടുക്കണം കേട്ടോ. അപ്പം നോക്കി നമുക്ക് വെള്ളം കണ്ടോ, അടിയിൽ ഇതേപോലെ വെള്ളം വരും. ഇപ്പം നോക്കിയേ, നമ്മൾ കണ്ടോ പയറിൻ്റെ ഇലയ്ക്ക് ഇതേപോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നോക്കിയേ, ഒരു 10 രൂപയുടെ പാക്കറ്റൊക്കെ ചെമ്മീൻ കിട്ടുമല്ലോ, അങ്ങനത്തെ ഒരു പാക്കറ്റ് ചെമ്മീൻ മേടിച്ചിട്ട് ഇതാ വറുത്തു. പിന്നെ അതിലേക്ക് എരിവിനനുസരിച്ച് ഇതാ കുറച്ച് പച്ചമുളക് ഇട്ട് എടുത്തിട്ടുണ്ട്. നന്നായിട്ട് നമുക്കൊന്ന് ചതച്ചെടുക്കണം. നന്നായിട്ട് ചതയാനാണ് പാടുള്ളോട്ടാണ്, അല്ലാണ്ട് നന്നായിട്ട് അരിഞ്ഞ് പോകരുത്. ഈ ഒരു രൂപത്തിൽ പച്ചമുളകും നമ്മുടെ ഈ ചെമ്മീനൊക്കെ ആയിട്ട് നന്നായിട്ട് നമ്മളിതാ ഇതേപോലെ ചതച്ചെടുത്തു. അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനനുസരിച്ച് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് കൈ കൊണ്ട് നന്നായിട്ട് ഇതിലേക്ക് യോജിപ്പിക്കുക. ഒന്നിങ്ങനെ നന്നായിട്ട് യോജിപ്പിച്ചിട്ട് ഇതിലേക്ക് ഒരു തുണ്ട് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. 1 ടീസ്പൂണിൻ്റെ അടുത്തേക്ക് ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ വെളിച്ചെണ്ണ. നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാട്ടാ. ഇനിയിപ്പോൾ ചെമ്മീൻ ഇടാൻ ഇഷ്ടമില്ലെങ്കിൽ മറ്റേ പച്ചമുളക് മാത്രം മതി. അതിൻ്റെ കൂടെ വേണമെങ്കിൽ ഒരു തുണ്ട് ചുവന്നെല്ലാം കൂടി ചതച്ചിട്ടോ കുഴപ്പമില്ല. എന്നിട്ട് ഇതേപോലെ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കൈ കൊണ്ട് നന്നായിട്ട് തിരുമ്പി എല്ലായിടത്തേക്കും ആവണ പോലെ ഇങ്ങനെ യോജിപ്പിച്ചെടുക്കണം കേട്ടോ. കൈ കൊണ്ട് തന്നെ ആക്കണം കേട്ടോ. കണ്ടോ, ഇതേപോലെ എത്രയേ ഉള്ളൂ. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഇനിയിപ്പോൾ അടുക്കളയിലത്തെ പണികളൊക്കെ കഴിഞ്ഞു. അപ്പോൾ എൻ്റെ അനിയൻ വന്നിട്ടുണ്ട്, അതായത് കണ്ണൻകുട്ടിയുടെ അച്ഛൻ, പിന്നെ കണ്ണൻകുട്ടിയുടെ അനിയനൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അവർ മാങ്ങ പൊട്ടിക്കാനായിട്ട് നമ്മളിന്നൊരാളെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പറമ്പിലേക്ക് പോയിരിക്കുക. അപ്പം ഞാൻ അങ്ങോട്ട് പോവാം. നമ്മുടെ മാങ്ങ ഉണ്ടല്ലോ, ചോട്ടിൽ നമുക്ക് കൈ എത്തണോടത്തെ മാങ്ങയ്ക്ക് നമ്മൾ നിർത്തുന്നുണ്ട്. അല്ലാതെ മുകളിൽ നിൽക്കണതൊക്കെയും നമുക്ക് തെങ്ങ് കയറാൻ വരാറില്ലേ. അപ്പോൾ കുമാറാട്ടോ നമുക്ക് മാങ്ങയ്ക്ക് പൊട്ടിച്ച് തരണേ.
പിന്നെതാ നമ്മുടെ കണ്ണുകൂട്ടിയുടെ അനിയൻ വന്നിട്ടുണ്ട് അച്ചുട്ടനും എൻ്റെ അനിയനതേ ഇവിടെ മറ്റേ ചാമ്പക്കായ ഉണ്ട്. അവനെ ഇതേ നല്ല കൊള്ളയായിട്ട് മാങ്ങ പൊട്ടിക്കണത് ഇട്ടാ നമുക്കിതേ വിളിച്ച് കാട്ടിത്തരി ചെയ്യണേ കുമാർ. അച്ഛന് നല്ല ഇഷ്ടമായി ചാമ്പക്കായ. അമ്മ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട്. അച്ഛൻ വന്നപ്പോ തിന്നൊരു ദിവസം അച്ഛനോട് പറഞ്ഞില്ലല്ലോ, വീട്ടിൽ ചെല്ലുമ്പോ തരണ്ട മതി. നല്ല ചൂട് വെയിലിന്. അതന്നെ നമ്മള് എന്താ പറയാ നിലത്ത് വിരാതെയായിട്ട് മാങ്ങ പൊട്ടിക്കണേ. അതായത് ചാക്കില് മാങ്ങ ഒരുവിധം ഇട്ട് ഇറക്കാറാകുമ്പോ അവരിങ്ങനെ ഇറക്കിയിട്ടാണ് കേട്ടാ പൊട്ടിച്ചു തരുന്നത് നമുക്ക്. മാങ്ങ ഇറക്കി കഴിഞ്ഞപ്പോഴേ അവരെ വിളിച്ച് കാട്ടിത്തരാട്ടെ. കാരണം ഓരോ കൊലകളായിട്ടാണല്ലോ അവന് പൊട്ടിച്ചിട്ട് പോണത്. നമുക്ക് കണ്ടോ അവരുടെ ഒരു സന്തോഷം അങ്ങനെ പൊട്ടിച്ച് തരുമ്പോഴേ. വലത്തോട്ടിട്ട് പൊട്ടിക്കണ പോലെയല്ലേ, കൈ കൊണ്ടല്ലേ പൊട്ടിക്കണേ. നമ്മുടെ അർബാന എടുക്കണ എന്ത് വേണമെങ്കിൽ തല്ലേക്കാം. അല്ല ഇങ്ങോട്ട് വെച്ചാലേ എളുപ്പമായല്ലോ. ഞങ്ങൾ ഈ ഇതിലൊരു അർബാന മാങ്ങ പൊട്ടിച്ചിട്ട് പോവാ വരുമ്പോ. കണ്ടച്ചുട്ടാ ചേട്ടൻ മാങ്ങ പൊട്ടിക്കണേ. ഓരോ മാങ്ങയുടെ അടുത്തേക്ക് എത്തണ്ട ചേട്ടൻ കണ്ട കയറി പോയിട്ട്. അവർക്കത് അങ്ങനെ പൊട്ടിച്ചിട്ട് നല്ല പ്രാക്ടീസ് ആയ കാരണം കേട്ടാ. നമ്മളെ കൊണ്ടൊന്നും പറ്റില്ല. കണ്ടേ നമ്മുടെ ഈ മാവിൻ്റെ ഇല്ലേ ഒരു സൈഡ് നോക്കിയേ ചള്ള് മാങ്ങയാട്ടാ. ഒരു സൈഡ് ഫസ്റ്റ് പൂത്തതാണ്. ആ മാങ്ങയാണ് നമുക്ക് ഇപ്പൊ പൊട്ടിക്കാൻ കിട്ടുന്നത്. ഇപ്പൊ 2 സ്റ്റെപ്പാണ് ഇപ്പൊ മാവുമ്പോ നിക്കണ മാങ്ങ. അപ്പൊ നമ്മള് മാങ്ങ പൊട്ടിക്കൽ നിർത്തിയിട്ട് നമ്മള് ഒരു അർബാന നിറച്ച് മാങ്ങ പൊട്ടിച്ചു. അതേപോലെ തന്നെ ഈ ഒരു ചാക്ക്, ആ ചാക്കും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഈ ഒരു ചാക്ക് നിറച്ച് മാങ്ങ പൊട്ടിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മളിതാ വീട്ടിൽ പോവാട്ടാ. പൂവും വഴിക്കേ നമ്മുടെ അവിടെ പണിക്കുട്ടികള് മാങ്ങ അവർക്കൊരു ചാക്ക് അവിടെ ഇറക്കി വെച്ച് കൊടുക്കണം. ഒരു ചാക്ക് ഇറക്കി വെക്കട്ടെ അപ്പൊ കൊള്ളല്ലോ. ഇവിടേക്ക് മതി. അപ്പളേ ഇതിലെ അച്ചാറിടാൻ പറ്റിയതുണ്ട്, അതേപോലെ തന്നെ പഴുപ്പിക്കാൻ പറ്റിയ മാങ്ങയുണ്ട് കേട്ടാ. പോണ്ട, വീട്ടിൽ പോണ്ട, നാളെ. അപ്പൊ ഇവര് മാങ്ങ പൊട്ടിച്ചാൽ ഇവരെന്നെ എല്ലാം നമ്മുടെ വീട്ടിലേക്ക് എത്തിച്ചേരും. പൊട്ടിക്കണതല്ലേ വെക്കേ. ഇന്ന് അച്ചൂട്ടനൊക്കെ ഉള്ള കാരണം എനിക്ക് നല്ല ഹെൽപ്പാട്ടാ. തോട്ടിക്ക് അച്ചൂട്ടൻ തന്നെ പിടിച്ചു. അവന് ടൈസിനെ പേടിയാ. ടൈസ് ഒന്നും ചെയ്യില്ല. അമ്മായി പിടിക്കാം. ടൈസ പൊക്ക അമ്മായി നോക്കാം. കേറിയൊക്കെ പൊന്ന് വീട്ടിൽ കയറി. വീരണ്ട. അപ്പൊ എന്റെ അനിയനും അച്ചൂട്ടനൊക്കെ ഇതാ പൂവണിട്ട് വീട്ടിലേക്ക്. അച്ചൂട്ടന് പേളിക്കുട്ടീനെ ഭയങ്കര പേടിയാ. പേളിക്കുട്ടീനെ പാവം ഞാൻ ആ കള്ളിയിലേക്ക് ആക്കിയിട്ട് എന്നിട്ട് അവന് പേടി. അപ്പൊ ഇവനെ കൊണ്ട് ആദ്യം ഞാൻ വണ്ടിയിൽ എടുത്തട്ടെ. അച്ചൂട്ടല്ലേ അവൾക്ക് ഇഷ്ടല്ല അങ്ങനെ കിടക്കണത്. അത് ഇഷ്ടല്ല. ഇപ്പൊ തന്നെ ഇപ്പൊ ആക്കാട്ടെ പേളിക്കുട്ടിയെ ഇതാക്കണത് ഇല്ലേ.
എല്ലാം വെക്കാൻ പറ്റില്ല സുനിയില്. ആ വറക്കാൻ പറ്റും. ആ അതന്നെ നോക്കി വെക്കാം. വറക്കാൻ പറ്റുന്നതാണ്. ആ അമ്മ ഇത് യൂട്യൂബ് ചാനൽ ഇടണമെന്നാണ് പറയുന്നത് അച്ചൂട്ടെ. അടുത്ത ദിവസം വരും, അടുത്ത ദിവസം ഇടും. ആ ആ ദീദുമ്മയ്ക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. അച്ചൂട്ടെ മാമുണ്ടെന്നാണ് അയച്ചു കൊടുത്തേ. മാമനോട് അമ്മ പറയാം. മാമനെ അവിടെ ഒരു ചേട്ടനെ വന്നിട്ട് അങ്ങോട്ട് പോയിരിക്കുക. അമ്മ പറയാട്ടാ, ചേട്ടനെ വിളിച്ചിട്ട് അങ്ങോട്ട് പോകണ്ടാവുന്നു. പിന്നെ ബൈ. ആ അച്ചൂട്ട് മാമനെ അന്വേഷിച്ചിട്ടേ മാമൻ വരുന്നേ. ആ മാമ ഷായട്ടിനെ അന്വേഷിക്കാണേ. ഷായട്ടപ്പം അങ്ങോട്ട് പോയ സമയമായിരുന്നു. ആ ബൈ. ആള് ചെറുതാണെങ്കിലും ഭയങ്കര എന്താ പറയാ ആക്റ്റീവ്. അവൻ എല്ലാ കാര്യങ്ങളും അറിയാനും പോവാനും ഒക്കെയുള്ളൊരു നിക്കാണ്. അതന്നെ നമ്മളെ വരെ ഉഷാറാക്കാണ്. ഇനിയിപ്പോ എന്തിനാണെങ്കിൽ ഞാൻ വോട്ട് ചെയ്യാൻ പോവാ. അപ്പം ഞാനുണ്ടല്ലോ അതാ വോട്ട് ചെയ്യാൻ പോയി. തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല, സുഖമായിട്ട് വോട്ട് ചെയ്ത് ഇറങ്ങാനൊക്കെ പറ്റി. അപ്പം എന്നെ ഇറങ്ങുമ്പോൾ ഇതാ അവിടെ കുറച്ച് പേര് എന്നെ വിളിക്കുകയാണ്. നമ്മുടെ വീഡിയോ കാണുന്നവർ ആ ചേച്ചിമാരാണ് കേട്ടോ. അപ്പം നമ്മുടെ വോട്ടിങ്ങിൻ്റെ ഒക്കെ സംശയങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടി ഇരിക്കില്ല അവരായിരുന്നു കേട്ടോ. അപ്പം ഇനി ഭക്ഷണം കഴിക്കായിരുന്നു കേട്ടാ. വോട്ട് ചെയ്ത് വന്നപ്പോഴേ ഇത്തിരി വിശപ്പ്, അതായത് സമയം ആയിട്ടില്ല, നല്ല വിശപ്പ്. സാമ്പാറാണ്ടപ്പോൾ വിശപ്പ് കൂടി. അപ്പം ഇത് കഴിച്ചിട്ടുള്ള പരിപാടി മതി വെച്ചു. നമ്മുടെ പയറില്ലാത്തവര് ആ ഇത് ഉണ്ടാക്കണ കാട്ടിയില്ല. നമ്മുടെ പയറിന്റെ ഇല കൊണ്ടുള്ള ഒരു തോരനാണ് കേട്ടോ. അടിപൊളിയത് ഉള്ള സമയത്ത് ആരായാലും ഉപയോഗിച്ചോളത്. അതന്നെ പയറില കിട്ടാണെങ്കിൽ അപ്പൊ ചെയ്യണത്. ചെമ്മീനൊക്കെ ഇട്ടിട്ട് നമുക്ക് കോളിഫ്ലവർ കുറച്ച് പൊട്ടിക്കാനുണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിലത്തെ പറമ്പിലുണ്ട് പൊട്ടിക്കാനായിട്ട്. അപ്പോൾ ആദ്യം നമ്മുടെ ഇവിടുത്തെ പറമ്പിലത്തെ പൊട്ടിച്ചിട്ട് അങ്ങോട്ട് പോകാമെന്ന് വെച്ചു. പിന്നെ നോക്കിയേ ചീര കണ്ടോ, നല്ല വലുതായി വലിയ കതിരൊക്കെ വന്നു തുടങ്ങിയിട്ടാ. അടുത്ത വർഷത്തേക്ക് ഉണ്ടാവാനുള്ളവരാണ് ഇവർ. ഇത് കൊഴിഞ്ഞ് വീണ് ഞാൻ പറയാറുണ്ടല്ലോ, മഴക്കാലം കഴിയുമ്പോൾ പിന്നത്തെ വേനലിലാണ് ഇവർ ഇവിടെ ഇങ്ങനെ നമ്മൾ ഓരോന്നൊക്കെ ഇങ്ങനെ കൊത്തി കളയ്ക്കുമ്പോൾ ഉണ്ടായി തുടങ്ങുക. അതിന് വേണ്ടി നിർത്തിയിട്ടുള്ളതാട്ടാ. എത്ര ചീലകളാണെന്നറിയോ. അപ്പോൾ ഇതൊക്കെ അങ്ങനെ മുളച്ചിട്ടുള്ളതാ. കണ്ടോ, ഞാൻ കഴിഞ്ഞ ദിവസം അരിഞ്ഞതാ. നല്ല നീളമുള്ള ഇതേപോലെ തന്നെ അയ്യനെ. അപ്പോഴേക്കും നമ്മൾ അരിഞ്ഞെടുത്തു. അപ്പോൾ ഈ അരിഞ്ഞത് വീണ്ടും നന്നായിട്ട് പൊട്ടിച്ചനിച്ച് നല്ല കൊമ്പഞ്ചിലായിട്ട് വരും. നമ്മുടെ കോളിഫ്ലവർ പൊട്ടിക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ കോളിഫ്ലവറൊക്കെ ഈ സമയത്തൊക്കെ കിട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഭയങ്കര ഇതായിട്ടാ. കാരണം ഇതൊക്കെ അരിയേണ്ട ആ ഒരു ടൈമൊക്കെ കഴിഞ്ഞു. എന്നാലും നമ്മളിങ്ങനെ സൂക്ഷിച്ച് കൊണ്ട് നടന്നാൽ കാരണം അങ്ങനെ കിട്ടുന്നതാണ് നമുക്ക്. പൊട്ടിക്കുന്ന കൊട്ടയിലേക്ക് വയ്ക്കട്ടെ. അപ്പം ഞാൻ കൊട്ടയിലേക്ക് തന്നെ ഞാൻ വെക്കാട്ടാ. അതാണ് കോളിഫ്ലവർ. ഞാൻ മുറുക്കിരുന്ന് കാട്ടിയൊന്നുമില്ലേ. എല്ലാ വട്ടം ആദ്യം പൊട്ടിച്ച് അങ്ങോട്ട് കാണിക്കും. ഇന്നത് അർബാൻ എടുത്തിട്ട് വന്നാൽ മതിയായിരുന്നു. ഇന്ന് അതെടുത്തില്ല.
ഇതാകുമ്പോൾ ഒതുക്കി വെക്കാം സുഖാട്ടാ. ഫ്ലവർ പോലെയല്ലേ, ഒതുക്കി ഒതുക്കി വെക്കാം. വീട്ടിലെത്തുമ്പോൾ നമുക്ക് എല്ലാം കൂടി നിരത്തി വെക്കാം കേട്ടാ, ചാക്കിൽ പരത്തിയോളം വെക്കാം. ഇതിപ്പോൾ എന്താണെന്നറിയോ, നമുക്ക് വേണമെങ്കിൽ കുറച്ച് ദിവസം കൂടെയൊക്കെ നിർത്തായിരുന്നു കോളിഫ്ലവർ. പക്ഷേ കോളിഫ്ലവറിൽ മഴ പെയ്യുന്നത് പൊട്ടയാണ്. കോളിഫ്ലവറിനായാലും ക്യാബേജിനായാലും നമ്മൾ നനയ്ക്കുമ്പോൾ പോലും കോളിഫ്ലവറിൻ്റെ തലയിലേക്ക് ഇങ്ങനെ വെള്ളം വീഴാത്ത രീതിയിലാണ് നമ്മൾ കടഭാഗം മാത്രമാണ് നനച്ച് കൊടുക്കുക പൈപ്പിങ്ങനെ ഇട്ടിട്ട്. അപ്പോൾ മഴ പെയ്തു തുടങ്ങിയപ്പോൾ ഇവർക്ക് പെട്ടെന്ന് ഒരു ഫംഗസ് വരും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ശരിക്കും ഒരുവിധം ആയുധമൊക്കെ മുറിച്ചെടുക്കാമെന്ന് വിചാരിച്ചത്. ഇനിയിപ്പോൾ ഞാൻ പോകുമ്പോൾ അങ്ങോട്ട് കാട്ടിയിട്ടാ, അവിടെ അടുത്ത സ്റ്റെപ്പ് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനിന്ന് ക്യാബേജും കൂടി അരിയാന്ന് വെച്ചു. അപ്പോൾ ഇന്ന് അരിയണില്ല, ഞാൻ അടുത്ത ദിവസം അരിയാട്ടാ. പിന്നെ നോക്കിയാൽ നമ്മുടെ ഇതില്ലേ കുക്കമ്പർ ഇതൊക്കെ ഇതാ ഉണ്ടായി കഴിഞ്ഞു കേട്ടാ. നന്നായിട്ട് കുക്കമ്പർ ഉണ്ടായി കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ആ മഴ പെയ്തതിൽ ഇത്തിരി ഒരു ബുദ്ധിമുട്ട് വന്നതാണ്. അപ്പോൾ പിന്നെ ശ്രദ്ധിച്ചില്ല, അത് കഴിഞ്ഞിട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ചു കേട്ടാ. അപ്പോൾ നമ്മുടെ അവിടെ കുക്കമ്പർ ഉണ്ട് എപ്പോഴും പൊട്ടിക്കാനായിട്ട്. അപ്പോൾ ഇത് നമുക്കിത് പൊട്ടിക്കാം. ഞാൻ കൂടുതൽ നമ്മുടെ ക്യാബേജ് അരിയാണ്ടിരുന്നത് എന്താണിങ്ങനെ അർബാന കൊണ്ട് വന്നിട്ടില്ല. അപ്പം ഇനി വീണ്ടും അത് എടുക്കാൻ വേണ്ടി പോകണം. പിന്നെ പൊട്ടിക്കേണ്ട സമയമായിട്ടില്ലേ, വേണമെങ്കിൽ കുറച്ച് ദിവസം കൂടി നിൽക്കുവര്. നമ്മുടെ സ്നോവായിട്ട് കുക്കുമ്പർ ഇട്ടാൽ 3 പൊട്ടിക്കാനായിട്ട് പൊട്ടിച്ചെടുക്കാം. കളറാണ് ഭംഗി സ്നോ വൈറ്റിൻ്റെ. അപ്പം അങ്ങനെ നമ്മളിന്ന് 3 സ്നോ വൈറ്റ് കുക്കുമ്പർ ആട്ടോ പൊട്ടിച്ചെടുത്തത്. അപ്പം നോക്കിയേ, കാണാനായിട്ട് ഭയങ്കര ഭംഗിയായിട്ട് നല്ല മിനുസുമാണ് കേട്ടോ മുകൾ വശം. ഇവിടെ ഒരു കയ്പ തന്നെ മുളച്ചതാണ്. അപ്പോൾ പിന്നെ ഇതുമിക്കൊരു വടി വെച്ച് ഞാൻ വെച്ച് കൊടുത്തു. ഇതുമിക്ക് എന്നെ കയറി പൊക്കോട്ടെ എന്ന് വെച്ചിട്ട്. അധികം വലിപ്പില്ലാത്തൊരു കയ്പക്കായെന്ന് തോന്നുന്നു. കാരണം നമുക്ക് മുന്നേ ഉണ്ടായിട്ടുണ്ട് ഇങ്ങനത്തെ കയ്പക്കായ. അതായത് നീളം കുറവായിട്ടേ ഒരു ഉണ്ടച്ചിട്ട്, എന്നാൽ ഒരു പ്രത്യേക ഭംഗി കൊണ്ടിട്ട് ആ ഒരു ടൈപ്പിൽ പെട്ടതാന്ന് തോന്നുന്നുണ്ട് കണ്ടിട്ട്. ഇതിപ്പോൾ നമ്മുടെ കോളിഫ്ലവറിൻ്റെ മുകളിലായിട്ട് വെക്കാം അല്ലേ. അല്ലേ തടസ്സത്തിൽ നിൽക്കട്ടെ. ഇനി നമുക്ക് പോവാം. അയ്യോ അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ഇപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പ്. നമ്മൾ കോളിഫ്ലവർ വെച്ച് കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഈ കോളിഫ്ലവർ നമ്മളിപ്പോൾ പൊട്ടിച്ച കോളിഫ്ലവറിൻ്റെ അത്ര വലിപ്പമൊന്നും വരില്ല കേട്ടോ. കാരണം കാലാവസ്ഥ മാറി, അതുകൊണ്ടാണ് കേട്ടോ ആ വലിപ്പം വരാത്തത്. പിന്നെ ബ്രൊക്കോളി ഞാൻ അരിയണതൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിന് കണ്ടോ കൊമ്പിച്ചിലേക്ക് വന്ന് നോക്കണേ. ആ ചില്ലകളൊക്കെ നമുക്ക് അരിഞ്ഞ് തോരൻ വയ്ക്കാൻ പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, മുട്ട ഓംപ്ലേറ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റായിട്ട് ഇടുമ്പോഴൊക്കെ കിട്ടാം. അപ്പോൾ അതിന് വേണ്ടി നിർത്തിയിരിക്കുക. നമ്മുടെ ഒരു അമ്പഴങ്ങ നോക്കിയ അമ്പഴങ്ങ ഉണ്ടാവണേ കണ്ടോ, കൊല കൊലയായിട്ടുണ്ടാവുന്നുണ്ട്. അതിന് ഈ അമ്പഴത്തിന് പ്രത്യേകത, ഈ അമ്പഴം വെച്ചിട്ടുണ്ടെങ്കിലും ഇവരുടെ ഇടയിലായിട്ട് എപ്പോഴും ചീരത്തയ്യോ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഇപ്പോൾ തിക്കണ സൈഡ് നിൽക്കും. അമ്പഴത്തിന് അങ്ങോട്ട് വളർന്ന് വലുതാവാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ആൾ അതേപോലെയാണ് നിൽക്കണത്. അല്ലെങ്കിൽ നല്ല വലിപ്പം വന്നേനെ. അപ്പം ഇനി കിട്ടിയപ്പോൾ നല്ല വെയിറ്റ് ഉണ്ട് എൻ്റെ കയ്യിലത്തെ. നമ്മുടെ വീട്ടിലത്തെ കോളിഫ്ലവർ കേട്ടാ. അപ്പം ഇതും അരിയഞ്ഞേട്ടാ നമ്മൾ. കാരണേ മഴ ഇനി അടുത്തൊരു മഴ പെയ്യുകയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഇതൊന്നും നമുക്ക് ഉപയോഗിക്കാൻ പറ്റണ്ടോ. ഇപ്പോഴാകുമ്പോൾ നമുക്ക് പറ്റും.
അപ്പോൾ ഇവിടുന്ന് നമ്മളിതാ 4 കോളിഫ്ലവറായിട്ട് അരിഞ്ഞത്. നമ്മുടെ ഈ ഒരു കട്ട കോളിഫ്ലവറും ക്യാബേജ് ആയിരുന്നു കേട്ടാ. എത്ര പ്രാവശ്യമായിട്ടാണെന്ന് അറിയാം നമ്മൾ അരിഞ്ഞ്. എല്ലാതും ചിലപ്പോൾ നമ്മൾ കാണിച്ചിട്ടുണ്ടാവില്ലേ വീഡിയോയിൽ. എന്താണെന്നറിയോ, ക്യാബേജും കോളിഫ്ലവറൊക്കെയും പെട്ടെന്ന് ആരെങ്കിലും വരുമ്പോഴായിരിക്കും ഒന്ന് അരിഞ്ഞ് കൊടുക്കാൻ തോന്നുക. അപ്പം അങ്ങനെ അരിഞ്ഞ് കുറേ അങ്ങനെയും കൊടുത്തിട്ടുണ്ട് കേട്ടാ. ഇപ്പം ഇന്നത്തെ ഇല്ലാതെ നമ്മളിപ്പോൾ എന്താ പറയുക, നമുക്ക് എല്ലായിട്ടും ഇത് ഫുൾ അരിഞ്ഞ് നോക്കണം. ഞാനിതിന് ഒരെണ്ണൊക്കെ തന്നെ എടുക്കുള്ളൂ. ഈ ചീരയ്ക്ക് നമ്മുടെ കോഴികൾക്കുള്ളതായിട്ട് കതിര് വന്നിക്കണത്. ഞാൻ നമ്മുടെ അവിടെ നിന്ന് അരിഞ്ഞ കോളിഫ്ലവർ നമ്മൾ വീട്ടിലേക്ക് കയറ്റിയില്ല, നേരെ പറമ്പിലേക്ക് തന്നെ കൊണ്ടുവന്നത്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിപ്പോൾ ഇതിൽ നിന്ന് ഞാൻ ഒരെണ്ണമൊക്കെ എടുക്കുള്ളൂ കോളിഫ്ലവർ ഇട്ടാ. അപ്പം ഞാൻ പറയാറുണ്ടല്ലോ, നമ്മൾ വയ്ക്കുന്ന പച്ചക്കറികൾ നമ്മുടെ ഒരു സന്തോഷത്തിന്, അതായത് നമ്മുടെ ഉള്ള സ്ഥലങ്ങളിൽ നമ്മളിങ്ങനെ ഒരു പറമ്പ് വെറുതെ കാട് പിടിച്ച് കിടക്കേണ്ട വെച്ചിട്ട് നമ്മൾ വെക്കുന്നതാണ് നമ്മുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ തന്നെ നമ്മുടെ വേണ്ടപ്പെട്ട കസിൻസിനോ ഒക്കെ ആയിട്ട് ഇപ്പം തന്നെ കൊടുക്കൂട്ടാ. അപ്പോൾ ഇത് ഇത്രയും കോളിഫ്ലവറും ഒക്കെയാണ് നമ്മൾ പൊട്ടിച്ചെടുത്തത്. നമ്മുടെ കുക്കമ്പറും നോക്കി കാണാൻ തന്നെ എന്ത് ഭംഗിയല്ലേ. എന്താ അത് നോക്കിയേ. ഇനി നമുക്കുണ്ട് കേട്ടോ കോളിഫ്ലവറും ക്യാബേജൊക്കെയും. ഇന്നിപ്പോൾ നമ്മളിത് എത്ര പൊട്ടിച്ചോളൂന്ന് മാത്രം. മഴ പെയ്യണ്ട് നിൽക്കണം. ഞാൻ മുന്നേ പറഞ്ഞപ്പോൾ മഴ പെയ്യാണ്ട് നിൽക്കണേ കുറച്ചും കൂടി നാൾ നമുക്ക് ഇങ്ങനെ തള്ളി കൊണ്ടുപോകാൻ പറ്റും. കാരണം ഇവരെ പൊട്ടിക്കുന്ന ടൈമൊക്കെ കഴിഞ്ഞിട്ട് എന്തെങ്കിലും നമുക്കിങ്ങനെ നിർത്താറുണ്ട്, അങ്ങനെ കിട്ടാറുണ്ട്. മഴ പെയ്താൽ പോയി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ഇനി കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ ഇവരടുത്ത് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് റെസ്റ്റ് ആയും ചെയ്തു, ഇവർക്കാണെങ്കിൽ ഇഷ്ടമായും ചെയ്തു ഇവരടുത്ത് വന്നിരിക്കുമ്പോൾ. ബൈ പറയട്ടെ. അപ്പം ഞാൻ അടുത്ത ദിവസം അടുത്ത വീഡിയോ വീണ്ടും കാണാം കേട്ടാ. വാ ഇവിടെ ഇരിക്കാം. മെസ്സിക്കൂട്ടൻ കുളി തുടങ്ങി. അത് മെസ്സിക്കൂട്ടൻ അങ്ങനെ വാ ഇവിടെ ഇരിക്കാം. നമുക്ക് മെസ്സിക്കൂട്ടൻ്റെ കുളിയൊക്കെ കണ്ടിട്ട് ഇരിക്കാം. എനിക്ക് അവിടെ മെസ്സിക്കൂട്ടൻ കുളിക്കണേ, ചുണ്ടനെ കുളിക്കണ നോക്കിയേ. കുളിച്ചിട്ട് നല്ല മോട് കൂടി എൻ്റെ അടുത്തേക്ക്. അടിപൊളി ചെക്ക. ഇങ്ങനെയാ എങ്ങടാ അങ്ങോട്ട് പോണേ? ഞാനിവിടെ ആയിട്ടാ. അങ്ങോട്ട് ഇന്ന് അവിടെ ഇരിക്കുന്നില്ലേ? ഇങ്ങോട്ട് വാ, നമുക്ക് ഇവിടെ ഇരിക്കാം. എല്ലാവർക്കും അങ്ങോട്ട് പോകണം. കുറച്ച് നേരം മാവിൻ്റെ അടിയിൽ ഇരിക്കാൻ ഇഷ്ടം. നെയ്മർ മോനെ എന്താ ചെയ്യണ ഇവിടെ കിടന്ന്? എന്താ ചെയ്യണ ഇവിടെ കിടന്ന്? അടി ചുണ്ടരൻ എന്നിട്ട് ചെയ്യണ എന്നിട്ട് ചെയ്യണ ചുണ്ടരൻ. അതാ എൻ്റെ മോനാണ് പൊന്നെ നെയ്മർക്കുട്ടൻ. ദേ വന്നിരിക്കുന്നു നമ്മുടെ കല്യാണി കുട്ടി. എൻ്റെ മോള് വന്നിട്ടുണ്ട്. അമ്മേടെ മോള് വന്നിട്ടുണ്ട്. അമ്മേടെ മോൾക്ക് മടി വേണമല്ലോ പൊന്നെ. എന്നിട്ട് പറഞ്ഞോളൂ മോനെ. നെയ്മർക്കുട്ട റൊണാൾഡോ മോനെ. നെയ്മർക്കുട്ട അമ്മയുടെ മോനാണ് കേട്ടോ. നമ്മുടെ നെയ്മർക്കുട്ടനാണ് കേട്ടോ.